ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മത്തൻ വെള്ളപ്പയറിട്ട തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത്. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഒന്ന് മറക്കാതെ ക്ലിക്ക് ചെയ്യുക. തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വെള്ളപ്പയറൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് പയറൊന്ന് ഓവർനൈറ്റ് കുതിർത്തിയതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പയർ വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കണ്ട, ഒന്ന് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് അടുപ്പ് ഓൺ ചെയ്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. പയർ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പയർ വേവുന്ന സമയം കൊണ്ട് നമുക്ക് മത്തനൊന്ന് തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതുപോലത്തെ ഒരു മത്തനാണ് എടുത്തിട്ടുള്ളത്. ഇത് മുഴുവനായിട്ട് എടുക്കുന്നില്ല, ഇതിൻ്റെ നേരെ പകുതിയാണ് ഞാനിപ്പോൾ തോരൻ വെക്കാനായിട്ട് എടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ തൊലിയും കുരുവൊക്കെ കളഞ്ഞെടുക്കാം. മത്തൻ്റെ തൊലിയും കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. മത്തൻ മുഴുവനും ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ റെഡിയാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്തെടുത്ത മത്തൻ ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട, മത്തനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് ചെറിയ തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കാൻ വെക്കുമ്പോൾ ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കാം. മത്തനൊന്നും ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മത്തൻ വേവാൻ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് കുലുക്കി കൊടുക്കുക. കയ്യിലിട്ടിട്ട് ഇളക്കണ്ട, ഇതുപോലെ ഒന്ന് കുലുക്കി കൊടുത്താൽ മതി. വേവാനായിട്ട് വെച്ച മത്തൻ ഇപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു കയ്യിൽ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മത്തൻ വേവാനായിട്ട് എനിക്കൊരു 10 മിനിറ്റാണ് എടുത്തത്. ഇനി ഈ മത്തനിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത പയർ ഇട്ട് കൊടുക്കാം. 4 വിസിലിൽ തന്നെ നന്നായിട്ട് പയർ വെന്ത് കിട്ടിയിട്ടുണ്ട്. പയറിൻ്റെ വെള്ളത്തോടെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പയറും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ തന്നെ അടച്ചു വെക്കാം. ഈ പയറിൻ്റെ ടേസ്റ്റൊക്കെ മത്തനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അടച്ചു വെക്കുന്നത്. പയറെല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയതും പിന്നെ 3 ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ ചേർക്കുക, അപ്പോഴായിരിക്കും തോരനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ 3 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. ഒരുപാട് അരിഞ്ഞു പോകരുത്, ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി. പയറും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒന്നും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൽ അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയും ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പഞ്ചസാര ചേർക്കുന്നില്ലെങ്കിൽ ചേർക്കണ്ട, പഞ്ചസാരയും കൂടെ ചേർത്ത് നോക്ക്, നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ മത്തൻ തോരൻ ഉണ്ടാക്കിയാൽ.
ഒരു നുള്ളു മാത്രം ചേർത്താൽ മതി, കൂടുതൽ ചേർക്കണ്ട. ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കുക. പഞ്ചസാര കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ചെറിയൊരു മധുരവും എരിവൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഇതുപോലെ പഞ്ചസാര കൂടെ ചേർത്തിട്ട് മത്തൻ തോരൻ ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഒന്ന് താളിച്ച് വയ്ക്കാം. കടുകും കറിവേപ്പിലയും ഒക്കെ താളിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ താളിക്കുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഇതുപോലത്തെ ചെറിയ ഉണ്ടമുളകാണ് എടുത്തിട്ടുള്ളത്, അത് ഇട്ട് കൊടുക്കാം. ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മത്തലിലേക്ക് ഈ താളിച്ചത് ഒഴിച്ചു കൊടുക്കാം, ചെയ്ത് കൊടുക്കാം. താളിച്ചത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ 10 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താളിച്ചൊഴിച്ചതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് തന്നെ ഈ മത്തലിലേക്ക് പിടിക്കും. അതിനു വേണ്ടിയാണ് ഇതുപോലെ അടച്ചു വെക്കുന്നത്. ഇനി നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. മത്തൻ വെള്ളപ്പയർ ഇട്ട് വെച്ച നല്ല അടിപൊളി തോരൻ ഞാനിവിടെ 10 മിനിറ്റിന് ശേഷം ഇതുപോലെ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ ഒരു തോരൻ ഉണ്ടാക്കി നോക്കുക. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്